ലോകത്ത് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇസ്രായേലാണ്. സൈനിക രംഗത്ത് അതുപോലെ തന്നെ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇസ്രായേൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പറയാം. അതേ ഇസ്രായേലിന് നല്ല സൗഹൃദം വെച്ചു പുലർത്താൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഒരു ആപത് ഘട്ടത്തിൽ ഇന്ത്യയെ ഇസ്രായേൽ സഹായിച്ചിട്ടുണ്ട്, തിരിച്ച് ഇസ്രായേലിന് ഇന്ത്യയും സഹായം നൽകിയിട്ടുണ്ട്. ഇവിടെ നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വീണ്ടും ഒരു സഹായം ചോദിക്കുന്നു. എന്ത് സഹായമായിരിക്കാം? ആയുധമോ പണമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാമോ? അങ്ങനെ സംശയിക്കൊന്നും വേണ്ട. ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അതായത് ആ രാജ്യത്തിന് കൂടുതൽ വിനാശം സൃഷ്ടിക്കുന്നത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയാണ്. ഗസ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹമാസ് ഇസ്രായേലിന്റെ നേരെ കടുത്ത ആക്രമണം നടത്തുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ വമ്പൻ തിരിച്ചടിയൊക്കെ നൽകി ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതോടുകൂടി ഹമാസിന്റെ നേതാക്കളടക്കം പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അവരുടെ ആശയങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ട് സ്ലീപ്പർ സെൽസായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ഇന്ത്യയിലേക്ക് ഹമാസിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ അറിയിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, വളരെ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും അപകടകരമായ സ്ഥിതിവിശേഷങ്ങൾ സംജാതമാകുമെന്നും പറയുന്നു. ഇപ്പോൾ നമുക്കറിയാം 2023 ഈ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടന, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവരാണ് മുംബൈ ആക്രമണം നടത്തിയത്. അത് ഇന്ത്യക്ക് വലിയ ഷോക്കായി പോയി. പെട്ടെന്ന് തന്നെ രാജ്യവ്യാപകമായി വേരുകളുള്ള ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ഇസ്രായേൽ നിരോധനം ഏർപ്പെടുത്തുന്നു. അപ്പം ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം ഒരു നിലപാട് അവർ എടുത്തു. പിന്നീട് ഈ ഹമാസിനെ നിരോധിക്കണമെന്ന് ഈ ഇസ്രായേൽ അവരുടെ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യൻ പാർലമെന്റിലും ഇതേ ക്വസ്റ്റ്യൻ ഉന്നയിക്കപ്പെട്ടു. അന്ന് ഇന്ത്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഒരു ഭീകര തീവ്രവാദ സംഘടനകളെ നിരോധിക്കണമെങ്കിൽ അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തണം, അവർക്കെതിരെ UAPA ചുമത്തണം, അതിനുശേഷം നിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് നടപടി എടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഹമാസിനെതിരെ നടപടി എടുക്കുമെന്നുള്ള സൂചന നേരത്തെ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. ഇവിടെ UN അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക തുടങ്ങിയവയെല്ലാം തന്നെ ഭീകര തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുമായിട്ട് ഹമാസിന്റെ നേതാക്കൾ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിന്? POKയിലേക്ക് ഹമാസിന്റെ നേതാക്കൾ എത്തി അവിടെ കശ്മീർ ഐക്യദാർഢ്യം വരെ സംഘടിപ്പിച്ചു. ഇതിന് ആതിഥ്യം വരലേത് ആരാ? ഇന്ത്യൻ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ചാര സംഘടന, ഒപ്പം പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ? കശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി ഹമാസിന്റെ സേവനം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇത് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നമുക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. അതായത് നൗർ ഗിലോൺ എന്ന് പറയുന്ന അന്നത്തെ അംബാസഡർ പറഞ്ഞു, ഹമാസിന്റെ നീക്കം വളരെ അപകടകരമാണ്, കാശ്മീരിലേക്ക് അവരെത്തി. ഇപ്പോൾ ഇസ്രായേലിന്റെ, അതായത് IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഇന്റർനാഷണൽ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള കേണൽ നദവ് ഗോഷാനി പറയുകയാണ്, ഹമാസ് ഇതാ വീണ്ടും ഇന്ത്യയിലേക്ക് വേരൂന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കശ്മീർ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി അവർ മുന്നോട്ട് വരുന്നു. അതിനു മുമ്പ് അവരെ നിരോധിക്കണം. അങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയാൽ ഹമാസിന്റെ പ്രവർത്തനം എന്ന രീതിയിൽ ഇന്ത്യയിൽ എന്തെങ്കിലും നീക്കം നടത്തുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നടപടി വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റും. ഇവിടെ ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ പല പേരിൽ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നേരെ ഈ ഹമാസ് എന്നൊന്നുമല്ല പറയുക, അവർ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളായിട്ട്, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന സംഘടനകളായിട്ട്, ഇനി അതല്ലെങ്കിൽ ഡ്രഗ് മാഫിയകളുടെ രൂപത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘടന ഭീകരന്മാരായിട്ട്, അങ്ങനെ പല രൂപത്തിൽ ഇവർ പ്രവർത്തിക്കും. എന്നിട്ടൊരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ ഇവർ ചാവേർ ആക്രമണം നടത്താം, ബോംബ് സ്ഫോടനം നടത്താം, ഇന്ത്യയിലും അട്ടിമറിക്ക് ചില ശ്രമങ്ങൾ നടത്താം. ഇതാണ് നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം. ഞങ്ങളൊരു ഘട്ടത്തിൽ എങ്ങനെയാണോ ലഷ്കർ ഇ തൊയ്ബയെ നിരോധിച്ചത് അതുപോലെ നിങ്ങളും നിരോധിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഹമാസിന് ഇന്ത്യയിൽ വേരുകൾ ഉണ്ടെന്ന് പറയുമ്പം നമുക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചു കാലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ മലബാറിൽ ഒരു മതവിഭാഗം നടത്തിയ ആഘോഷ പരിപാടി, അതിൽ ആനപ്പുറത്ത് ചില നേതാക്കളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിക്കുന്നു. അത് ഹമാസിന്റെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നേതാക്കളുടെ ചിത്രങ്ങളാണ്. എന്തിനാണ് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന പ്രോക്സികളായ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങൾ ഇവർ ആനപ്പുറത്തേറ്റി എഴുന്നള്ളിക്കുന്നത്? അവിടേക്ക് എങ്ങനെയാണ് ഫണ്ട് എത്തുന്നത്? ഇനി കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ ലൈവായിട്ട്
ഈ പറയുന്ന ഹമാസിൻ്റെ നേതാവ് സംസാരിക്കുകയാണ്. എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും അങ്ങനെ ഹമാസിൻ്റെ നേതാക്കൾക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഇവിടെ കൂടെ ഓടുന്ന ബസ്സുകളിലടക്കം ഹമാസിൻ്റെ പേരുകൾ എഴുതിയ സ്റ്റിക്കർ, അവർക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടുള്ള അനുകൂല ബാനറുകൾ, ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹമാസിനെ വളരെയധികം സൂക്ഷിക്കണം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഹമാസ് പതിയെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം സേവ് ഗസ എന്ന പേരിലൊക്കെ നമ്മുടെ നാട്ടിലും വലിയ രീതിയിൽ ഫണ്ട് പിരിവ് നടത്തുന്നുണ്ട്. ഇങ്ങനെ പിരിക്കുന്ന പണം നേരെ എത്തിച്ചേരുന്ന ഹമാസിൻ്റെ നേതാക്കളിലേക്കാണ്. ഹമാസിൻ്റെ നേതാക്കൾ ഈ പണം ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തും. ഇപ്പോൾ ഖത്തറിൽ ഇവരിങ്ങനെ സുഖവാസ ജീവിതം നയിക്കുന്നത്, അവിടെ കൊണ്ട് പണം നിക്ഷേപിക്കും. ഇപ്പോൾ തൊയ്ബ് എർദോഗൻ്റെ നേതൃത്വത്തിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് ഹമാസിന് വലിയ പിന്തുണ നൽകുന്നത്. കാരണം ആ രാജ്യത്തിൻ്റെ ആവശ്യം ഈ ആഗോള മുസ്ലിം രാജ്യങ്ങളുടെ ഖലീഫയായിട്ട് തൊയ്ബ് എർദോഗനെ മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഹമാസ് നേതാക്കളുടെ പിന്തുണ അവർ നേടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തുർക്കി തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്നു, പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഒരു നിഴൽ യുദ്ധത്തിന് ശ്രമിക്കുന്നു. ഈ വാർത്തകളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. കൂടാതെ പാകിസ്ഥാനാണ് അഭയകേന്ദ്രമെന്ന് ഇപ്പോൾ ഹമാസും കരുതുന്നു. കാരണം ഗസയിൽ ഇനി നിൽക്കാൻ കഴിയില്ല, അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് പല ഭാഗങ്ങളിലേക്ക് ഹമാസിൻ്റെ ആളുകൾ ചിതറിപ്പോകുന്നു. പക്ഷേ ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ട്, ഈ മദ്രസ പഠനമൊക്കെ നടത്തി അവരിലേക്ക് മതം ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട ചെറിയ കുട്ടികൾ. ഇവർ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഹമാസ് നേതാക്കളെ മുഴുവൻ കൊന്നാൽ പോലും ഹമാസ് എന്ന് പറയുന്നത് അവസാനിക്കില്ല. അതിൻ്റെ ആശയം പടർന്നു പോവുകയും ചെയ്യും. ഒരാവശ്യം വന്നാൽ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്ന ഈ ഹമാസ് വലിയ രീതിയിൽ പല രാജ്യങ്ങളിലും ആക്രമണം നടത്തും. ഇതൊക്കെ പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ നീക്കം നടത്തുന്നു. ഇതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ വന്ന ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക യോഗം ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്ത് നടന്നു. ഇതിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു. ഇരു സംഘടനകളിലെയും കമാൻഡർമാർ, അണികളൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു ചിത്രം. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള സൈഫുള്ള കസൂരിയും കമാൻഡർമാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ചില ആശങ്കകൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നർത്ഥമുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥർ, 50ഓളം പേര് അനൗദ്യോഗികമായി ഇന്ത്യയിലേക്ക് എത്തുന്നു. എന്നിട്ട് പഹൽഗാം ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുന്നു. അവിടെ അവർ ഉപയോഗിച്ച ആയുധം, ഉപയോഗിച്ച ആക്രമണ ശൈലി, അവരുടെ മോഡസ് ഓപ്പറാണ്ടി, ഇതൊക്കെ തന്നെ വിലയിരുത്തിയിട്ട് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് ഹമാസിൻ്റെ ചില പ്രവർത്തന രീതികളാണ്, ഹമാസിൻ്റെ ആക്രമണ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളെ നിരോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യൻ ആർമി തകർത്ത അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ പുനർനിർമ്മിക്കാനായിട്ട് സഹായം നൽകുന്നത് ഇന്ത്യൻ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാക് ചാരസംഘടനയാണ്. ഒപ്പം തന്നെ അവിടുത്തെ ആർമിയുമാണ്. അപ്പം നമ്മൾ തകർത്ത ലോഞ്ച് പാടുകളടക്കം പുനർനിർമ്മിക്കുന്നതിൻ്റെ വാർത്തകൾ BSFും അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ തന്നെ ഭരണ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു നീക്കം ഇവിടെ നടത്തുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഹമാസിൻ്റെ നേതാക്കളും എത്തുന്നു. POK കേന്ദ്രമായി പ്രവർത്തിച്ച് ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുമെന്നുള്ള പ്രകോപനപരമായ നിലപാട് ഇവിടെ സ്വീകരിക്കുന്നു. മാത്രമല്ല ഗസയിൽ വീണ്ടും ഇപ്പോൾ ഹമാസ് സജീവമാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. അവിടേക്ക് ആക്രമണം നടത്താനായിട്ട് ഇസ്രായേൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വീണ്ടും ഇറാൻ ലോകത്തിലെ ചില തീവ്രവാദ ശൃംഖലകളുമായിട്ട് യോജിച്ച് ഹമാസിന് പിന്തുണ നൽകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ് ഇന്ത്യ എത്രയും പെട്ടെന്ന് ഹമാസിനെ നിരോധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ഹമാസിന് എത്തിച്ചേരുന്ന സഹായം നിൽക്കും. അപ്പോൾ അവരുടെ ഫണ്ട് റേസിംഗ് പൂർണ്ണമായിട്ടും അവസാനിച്ചെങ്കിൽ മാത്രമേ ആ സംഘടനയുടെ പ്രവർത്തനത്തെ വരുതിയിലാക്കാൻ പറ്റുകയുള്ളൂ. പല NGOകളുടെ പേരിൽ പിരിക്കുന്ന പണം ഹമാസിലേക്ക് എത്തുന്നു. അവർ ആ പണം തുർക്കിയിലും ഖത്തറിലും പാകിസ്ഥാനിലും ഒക്കെ നിക്ഷേപിച്ച് ബിസിനസ് നടത്തുന്നു, സുഖലോലുപരായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ തന്നെ അവസാനിക്കണം. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഹമാസിനെ നിരോധിക്കണം. ലഫ്റ്റനന്റ് ജനറൽ കേണലായിട്ടുള്ള നദവ് ഗോഷാനിയുടെ ഈ വാക്കുകളെ വളരെ ഗൗരവത്തോടെ ഇന്ത്യയും കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ സന്ദർശിക്കാനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത വർഷം ആദ്യം തന്നെ ഇന്ത്യയിലേക്ക് വരാനിരിക്കുകയാണ്.
അങ്ങനെയുള്ള ഇസ്രയേലിന് ഒരു സമ്മാനം എന്ന നിലയിൽ ആ സംഘടനയെ നിരോധിക്കാനായിരിക്കും ഇന്ത്യയുടെ തീരുമാനമെന്ന് പറയുന്നത്. കാരണം ഇസ്രയേലിനും ഇന്ത്യക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന സംഘടനയായിട്ട് ഇനി ഹമാസ് മാറാൻ പോവുകയാണ്. അവർ ചാവേർ സംഘടനകളെയൊക്കെ തന്നെ പരിശീലിപ്പിക്കുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദ തീവ്രവാദ പോരാളികളെ വളർത്തിയെടുക്കുന്നു. ചെങ്കോട്ടയിൽ നടത്തിയതിന് സമാനമായ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിടുന്നു. ഇത് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് ചോർത്തി കിട്ടിയ വിവരമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിർണായക തീരുമാനമെടുക്കുന്ന കാലം വിദൂരമല്ല. ഒരു പക്ഷേ UN-ഉം US-ഉം യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ചെയ്തതുപോലെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും നിരോധിച്ചേക്കാം. അങ്ങനെ വന്നാൽ ഈ ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രം പൊക്കിപ്പിടിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ചില ആളുകൾ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അവരോട് തിരിച്ചു ചോദിക്കാം, ഹമാസിന് നിരോധനമുണ്ടല്ലോ, ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ ചിത്രവുമായിട്ട് വരുന്നു? കാരണം അവർ ഇതുവരെ പറഞ്ഞ ന്യായം ഇന്ത്യയിൽ ഹമാസിന് നിരോധനമില്ല, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നാണ്. അതിന് കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് ഇന്ത്യൻ ഭരണകൂടം തയ്യാറെടുക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഒരു വമ്പൻ സമ്മാനം ഇന്ത്യ ഒരുക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.